ശ്രീ CR രാധാകൃഷ്ണൻ, SIT പ്രത്യേക അന്വേഷണ സംഘം രൂപീകൃതമായതു മുതൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അവസാനം നമ്മൾ കണ്ടതാണ് പത്മകുമാറിൽ വരെ എത്തി നിൽക്കുന്നത്. ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചു. അതോടൊപ്പം ഒരു മാസത്തെ കാല അവധി കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. 6 ആഴ്ചത്തെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. 1 മാസം കൂടി വിശാലമായ ഒരു അന്വേഷണത്തിനാണ് അവർ അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ EDയുടെ ഹർജി കൂടി ഹൈക്കോടതി സ്വീകരിക്കുകയുണ്ടായി. EDക്ക് FIRന്റെ പകർപ്പ് നൽകണം എന്നാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ED കൂടി ഒരു സമാന്തര അന്വേഷണം നടത്തുമ്പോൾ ഈ അനധികൃത പണമിടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, വിദേശയാത്രകൾ, ഇവയിൽ കൂടി ഒരു വ്യക്തത വരും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഞാൻ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെയുള്ള അതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ പുരോഗതി അത് വിലയിരുത്തുമ്പോൾ നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘം വളരെ തൃപ്തികരമായ അന്വേഷണമാണ് നടത്തുന്നത് നമുക്ക് മനസ്സിലാവാൻ കഴിയും. അപ്പോൾ അവർക്ക് 6 ആഴ്ചയായിരുന്നു അനുവദിച്ചിരുന്നത്. ഇപ്പോൾ ഒരു 6 ആഴ്ച കൂടി അവർ റിക്വസ്റ്റ് ചെയ്തു. കോടതി അത് അനുവദിക്കുകയും അതോടൊപ്പം തന്നെ EDയുടെ അപേക്ഷ പരിഗണിക്കാൻ വാക്കാൽ നിർദ്ദേശിച്ചു. അത് ജഡ്ജ്മെൻറ്റിൽ അത് കണ്ടില്ല, നിർദ്ദേശിക്കുകയും ചെയ്തു ആണ് ഞാൻ മീഡിയകളിൽ നിന്ന് മനസ്സിലാക്കി. എൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതിൽ EDയുടെ കാര്യം അതിനകത്ത് പ്രത്യേക പരാമർശങ്ങളില്ല, ഞാൻ കണ്ടില്ല. ബാക്കിയെല്ലാം ഞാൻ കണ്ടു. അപ്പോൾ വളരെ തൃപ്തികരമായിട്ടാണ് അന്വേഷണം നടക്കുന്നതെന്ന് കോടതി കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം, ഈ കേരളത്തിലെ ഹിന്ദു വിശ്വാസികളും ഭക്തന്മാരും വളരെയധികം സങ്കടപ്പെടുമ്പോഴും ആശ്വാസമുണ്ടായിരുന്നു. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ അഴിമതിയുടെയും അവിടെയുള്ള പണാപഹരണത്തിൻ്റെയൊക്കെ അവസ്ഥയൊന്നു മാറി ഇതൊരു നല്ല സ്ഥാപനമാകുന്നൊരു പ്രതീക്ഷ കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ മുമ്പിൽ ഈ ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായതിന് ശേഷവും നമ്മൾ കാണുന്ന ദേവസ്വം ബോർഡിൻ്റെ ഈ അടുത്ത കാലത്തെ കുറച്ചു കാലത്തെ ഭരണ സംവിധാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് ഒട്ടും തൃപ്തികരമല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അവിടെ നമ്മുടെ ഈ കാരണവന്മാർ പറയുന്നില്ല, കക്ക നശിക്കും, നശിക്ക കക്കും. ഇപ്പം ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇപ്പോഴത്തെ ദൈനംദിന പ്രശ്നങ്ങളിൽ പോലും ഒരു സുതാര്യമായ നടപടിയല്ല പാലിച്ചു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവിടെ നമ്മൾ കണ്ടതാണ്, അവിടെ അന്നദാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ ശ്രമിക്കുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിൽ ശ്രമിക്കുന്ന പണാപഹരണത്തിൻ്റെ ഒരു പരിശ്രമം നമ്മളവിടെ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ വലിയ സങ്കീർണമായ പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ED കാരണം ഈ കാര്യത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇപ്പോൾ SIT അന്വേഷിച്ച് പ്രതിസ്ഥാനത്ത് കണ്ടിരിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയുമായി കണ്ടെത്തി പ്രതിസ്ഥാനത്ത് കണ്ടിരിക്കുന്ന ആളുകളുടെ പേരിലെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം വലിയ സാമ്പത്തിക അപഹരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനും പ്രത്യേക കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അന്വേഷണത്തിൻ്റെ പുരോഗതിയിൽ അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൻ്റെ മേഖലയിൽ അവർ കണ്ടെത്തിയ വൻതോതിലുള്ള സാമ്പത്തിക അപഹരണം, അതുപോലെ തന്നെ ഇതിലെ പ്രതികളുടെ വിദേശയാത്ര, അതുപോലെ തന്നെ ഇതിൻ്റെ പൗരാണിക പ്രാധാന്യമുള്ള സാധനങ്ങൾ വിദേശത്ത് വിറ്റോ എന്ന ആശങ്ക, ഇതൊക്കെയാണ് ഒരു പക്ഷേ EDയെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഒരർത്ഥത്തിൽ അത് വലിയൊരു ആശ്വാസം തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പൗരോഹിത്യത്തിൻ്റെ ഭാഗത്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തായാലും കഴിഞ്ഞ കാലത്തുള്ള വൻതോതിലുള്ള അഴിമതിയുടെ കഥകളുണ്ട്. അവരുടെ വൻതോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. ഇത് പരിശോധിക്കപ്പെട്ടാൽ കോടിക്കണക്കിന് രൂപ ഈ സ്ഥാപനത്തിൽ നിന്ന് അപഹരിച്ചത് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഒരു നിശ്ചിത കാല അവധിക്ക് മുൻപ് വിരമിച്ചവരായാലും നിലവിലുള്ളവരായാലും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സാമ്പത്തിക അവസ്ഥയൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കണ്ടുവരുന്ന
നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ അതാണ്. വെറും 5 ലക്ഷം രൂപ സാമ്പത്തിക അധികാരമുള്ള എഞ്ചിനീയർമാർക്ക് 3.5 കോടിയുടെ സാമ്പത്തിക അധികാരങ്ങൾ പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ മറ്റൊരു കാര്യം, ഈ പ്രൈസ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ടായിരുന്നു. അത് ഗവൺമെൻറ്റിലെ പല ഈ മരാമത്ത് വർക്കുകളിൽ പ്രയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ ഇപ്പോൾ PWD ഒക്കെ പ്രയോഗിക്കുന്നതാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 2 വർഷത്തിന് മുമ്പ് അത് അഡോപ്റ്റ് ചെയ്തു. കാരണം അതൊരു വർക്ക് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ മുതൽ അതിൻ്റെ രേഖകൾ ചേർത്ത് വച്ചാൽ പിന്നീട് അതിൻ്റെ എക്സിക്യൂഷൻ, അതിൻ്റെ എംബുക്ക്, അതിൻ്റെ പേയ്മെൻറ്റ് ഇതെല്ലാം സമാനമായി രേഖപ്പെടുത്തൽ ഉണ്ടാവുകയും ഒരു പക്ഷേ ഈ മരാമത്ത് വർക്കുകളിലെ ഗുരുതരമായ അഴിമതികൾ തടയാൻ ഒരു പരിധിവരെ അതുകൊണ്ട് ആ സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, കഴിഞ്ഞ ബോർഡ് വിരമിക്കുന്നതിന് കാലാവധിക്ക് തൊട്ട് മുമ്പ് അത് ക്യാപ്റ്റൻ അബേരൻസ് വെച്ചു. അത് നടപ്പാക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് തരുന്ന സന്ദേശമെന്ന് പറയുന്നത് വളരെ മോശമായ സാമ്പത്തിക അപഹരണത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവരിപ്പോഴും വ്യാപൃതമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമല അന്നദാനം എന്ന് പറയുന്നത് ഈ അന്നദാന നടത്തിക്കൊണ്ടിരുന്നത് പല സംഘടനകളുമാണ്. ബഹുമാനപ്പെട്ട കോടതി അത് ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ ഏകീകരിച്ച് ദേവസ്വം ബോർഡ് നടത്താൻ പറഞ്ഞു. അവിടെ ഒരു ഫയലുണ്ട് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച്. അതനുസരിച്ച് 2-3 കൊല്ലത്തിന് മുമ്പാണ് അവിടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഈ നമ്മുടെ ഈ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെയും അതുപോലെ തന്നെ ആ സംസ്ഥാനത്തെ തീർത്ഥാടകരെ പ്രതിനിധാനം ചെയ്തുള്ള സമ്മേളനം നടത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ നടത്തുന്ന ഈ ചോറ് അതുപോലെ കറികൾ ഈ അന്നദാനത്തിൽ അതൊന്ന് മാറ്റണം, ഞങ്ങൾ ഈ കേരളം വിട്ടുള്ള ഭക്തന്മാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ആ ഒരു മെനു അവിടെ അറേഞ്ച് ചെയ്ത് അവിടെ സ്വൈര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അന്നദാനം ഫണ്ടെന്ന് പറയുന്ന ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് കോടതി നിർദ്ദേശിച്ചിട്ടാണ് 2009. അപ്പോൾ അതിൽ ഒരു മുൻപുള്ള ഒരു FD കിടപ്പുണ്ട്, ഒരു 9 കോടിയുടെ. ഇപ്പോൾ അത് 46 ലക്ഷം രൂപയുള്ള അവിടെ. അപ്പോൾ ഒരു 40 രൂപയാണ് ഇപ്പോൾ നിലവിൽ ഒരു ദിവസം 3 നേരം ഉപ്പുമാവും അതുപോലെ പുലാവും കഞ്ഞിയും കൊടുക്കുന്നതിന് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നു. അവിടെയാണ് ഒറ്റയടിക്ക് 70-75 രൂപ ഇൻക്രീസ് ചെയ്യുന്ന സദ്യ അനൗൺസ് ചെയ്യുകയും അപ്പോൾ അതിലേക്ക് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരുമ്പോൾ ഒരു 5 കോടി 6 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ യാതൊരു നടപടികളും സ്റ്റോർ പർച്ചേസ് റൂളോ അല്ലെ കൊട്ടേഷനോ ടെൻഡറോ ഒന്നുമില്ലാതെ അത് കൊടുക്കാനുള്ള വല്ലാത്ത ആവേശമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ശ്രീ രാധാകൃഷ്ണൻ, ഞാൻ ഒന്ന് ഇടപെട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഈ കേരളീയ സദ്യ നൽകും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ മുതൽ തന്നെ പല വിമർശനങ്ങളും, താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതുപോലെയുള്ള വിമർശനങ്ങൾ വന്നു. അത് ഇനി മറ്റൊരു കൊള്ളയ്ക്ക് വഴിയൊരുക്കും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച മുതലായിരുന്നു അത് നടപ്പിൽ വരുത്താൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അത് സാധിച്ചില്ല. ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളാണ് അതിന് കാരണം എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം ബോർഡ് പ്രസിഡന്റ് കൃത്യമായി തന്നെ മാധ്യമങ്ങളോട് ഒരു പ്രഖ്യാപനം നടത്തുന്നു, പിന്നീട് ബോർഡിനകത്ത് അവ്യക്തതകളും ആശയക്കുഴപ്പവും വരുന്നു, അത് നടപ്പിലാക്കാൻ സാധിക്കാതെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം? ഈ അവ്യക്തതയും ആശയക്കുഴപ്പവും വരുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഈ പണവുമായി ബന്ധപ്പെട്ട, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് തന്നെ ആകണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. ഈ മീറ്റിങ്ങിൽ അധ്യക്ഷം വഹിക്കുക, ആ 3 പേര് തുല്യ, അതിൻ്റെ മേജോറിറ്റി വോട്ടാണ് ഉത്തരവായി പോകേണ്ടത്. അത് ഡിസെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്, അസെൻഡ് ചെയ്യാൻ അവകാശമുണ്ട്. അപ്പോൾ അദ്ദേഹം നേരിട്ട് പറയുക മാത്രമേ, ഇതിന് പണമുണ്ടോ എന്ന് നോക്കിയില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ അനുമതി വേണ്ടി. കാരണം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കാരണം നിരവധി തവണ 2019 പോലും സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ പല ഡയറക്ഷനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വന്നിട്ടുണ്ട്. ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ റെഗുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഒരു 2-3 കോടി രൂപയുടെ ഇൻക്രീസാണ് അന്നദാനത്തിൽ ഈ പറഞ്ഞ ഡിക്ലെയർ ചെയ്ത സാധനങ്ങൾ വരാൻ പോണത്. എന്നിട്ടത് പറയുകയാണ്, നിലവിൽ കൊടുത്തവനെ പ്രീ ക്വാളിഫിക്കേഷൻ വെച്ച് അവന് തന്നെ കൊടുക്കാം. അത് വലിയ ഗുരുതരമായ പണാപഹരണത്തിൻ്റെയോ കൊള്ളയുടെയോ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് അവസാനം ബോർഡ് തീരുമാനിച്ചത്, ഇതിനൊരു അന്നദാന ട്രസ്റ്റ് ഉണ്ട്, ദേവസ്വം കമ്മീഷണർ ചെയർമാനായിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് ഇന്നലെ കൂടിയപ്പോൾ ദേവസ്വം കമ്മീഷണർ വളരെ താല്പര്യമായിട്ട് നിൽക്കുകയാണ് ഇത് കൊടുക്കണമെന്ന്. കോടതിയുടെ അനുവാദം വാങ്ങിക്കണ്ട, ടെൻഡർ ചെയ്യണ്ട, ഇതാണ് ഇപ്പോൾ തീരുമാനം. മിക്കവാറും നാളെയോ മറ്റന്നാളോ ദേവസ്വം കമ്മീഷണർ ശുപാർശ പോകും.
അദ്ദേഹം അവിടെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന് കോടതി നിയമിച്ച ആളാണ്. ഈ പമ്പയിലെ നമ്മുടെ ഈ അയ്യപ്പ സംഗമത്തിന് പണം എടുക്കത്തില്ലെന്ന് പറഞ്ഞ പണം അനുവദിച്ച അദ്ദേഹമാണ്. ചീഫ് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ആർക്കും ഇനിയും ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവരാരെയും ഭയപ്പെടുന്നില്ല, ഇവർക്കാരെയും പേടിയില്ല, ഇവർ നിയമവും നീതിയൊന്നും പാലിക്കില്ല എന്നുള്ളതാണ് ഇനിയും കണ്ടുവരുന്ന ഈ കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് പണി കൂടുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി.